കളറാക്കാൻ ചെണ്ടുമല്ലിപ്പൂക്കൾ. 62-ാം വയസ്സിലും കൃഷിയുടെ നിറവിൽ ഷീജ. ഓണത്തിന് നാടിന് പൂക്കളുടെ നിറപ്പകിട്ട് സമ്മാനിക്കുകയാണ് 62-ാം വയസ്സിലും കൃഷിയോടുള്ള ആവേശം കൈവിടാത്ത നാട്ടിക സ്വദേശി കൊടപ്പുള്ളി വീട്ടിൽ ഷീജ. നാട്ടിക 12-ാം കല്ലിന് പടിഞ്ഞാറ് 1 ഏക്കറോളം സ്ഥലത്ത് വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കളുടെ കാഴ്ചയാണ് ഇപ്പോൾ നാട്ടുകാരുടെയും കാഴ്ചക്കാരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നത്. കാൽനൂറ്റാണ്ടിലേറെയായി വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്തു വരുന്ന ഷീജ 4 വർഷം മുമ്പാണ് ചെണ്ടുമല്ലി കൃഷിയിലേക്ക് തിരിഞ്ഞത്. ആദ്യ പരീക്ഷണം വിജയിച്ചതോടെ തുടർന്നുള്ള വർഷങ്ങളിലും ചെണ്ടുമല്ലി കൃഷി തുടരുകയായിരുന്നു. ഇത്തവണ 1 ഏക്കറോളം സ്ഥലത്ത് 1000-ഓളം ചെണ്ടുമല്ലി തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ദിവസവും 2 നേരം കൃഷിയിടത്തിലെത്തി ചെടികൾ പരിപാലിക്കുന്ന ഷീജയുടെ അധ്വാനത്തിന് ഇത്തവണ മികച്ച വിളവാണ് ലഭിച്ചത്. ചാഴൂരിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞ, ചുവപ്പ് നിറങ്ങളിലുള്ള ഹൈബ്രിഡ് തൈകളാണ് കൃഷി ചെയ്തത്. കൃത്യമായ പരിചരണവും പരിപാലനവും ലഭിച്ചതോടെ ചെടികളിൽ നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ്. അത്തം ദിനത്തിൽ പൂക്കൾ വിളവെടുത്ത് കൃഷിയിടത്തിൽ നിന്നും ഷീജയുടെ തൃപ്രയാറിലുള്ള ഷോപ്പിൽ നിന്നുമായി വിൽപ്പന നടത്താനാണ് തീരുമാനം. കൃഷിയുടെയും വിളവെടുപ്പിന്റെയും വിൽപ്പനയുടെയും കാര്യങ്ങൾ ഏറെയും സ്വയം നിർവഹിക്കുന്നതിനാൽ ചെണ്ടുമല്ലി കൃഷി ലാഭകരമാണെന്നും ഷീജ പറയുന്നു. മുന്നേ ഇത് ചെടി സെന്ററിൽ നമ്മൾ വാങ്ങിയതാണ് ചെട്ടിമല്ലി. ഒരു 60 ദിവസമാണ് ഇതിൻ്റെ ഇത് മൂപ്പ്. അപ്പോൾ ഇതൊറ്റയ്ക്ക് 2 ദിവസം കൊണ്ടാണ് ഇത് നട്ടുണ്ടാക്കിയത്. ഈ ചാലുകോഴി 2 ദിവസം, അത് 2 മണിക്കൂർ സമയം ഒരു ദിവസത്തിൽ, അത് 4 മണിക്കൂർ കൊണ്ട് ഇത്രയ്ക്ക് നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് ഇത്രയ്ക്ക് ആയത്. ഞാൻ കൂടാതെ പച്ചക്കറി പറയട്ടെ, പച്ചക്കറി ഒരു കപ്പലണ്ടി നട്ടിട്ടുണ്ട്. ഒരു 5 സെൻറ്റ് സ്ഥലത്തിൽ കൂടുതൽ കപ്പലണ്ടി നട്ടിട്ടുണ്ട്. അത് അടുത്ത ആഴ്ച വിളവെടുപ്പ് ആവാറായിട്ടുണ്ട്. ഓണം കഴിഞ്ഞാൽ അത് വിളവെടുപ്പായി. അതിന് 3.5 മാസമാണ് കപ്പലണ്ടിക്ക് വിളവ്. തക്കാളി, പയർ, പച്ചമുളക്, വെണ്ട, വഴുതിനി, പിന്നെ ചോളം കുറച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കൊള്ളിൻ്റെ 3 മാസത്തിൽ കായ്ക്കുന്ന കൊള്ളി, അത് ആ കൊള്ളി ആയിട്ടുണ്ട്. പിന്നെ സാധാരണ കൊള്ളി നട്ടിട്ടുണ്ട് ഒരു 6 മാസത്തെ. കൊത്തമര കൂടാണ്ട് കുറ്റിയമര നട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ ചെടികൾ വയ്ക്കും. 2 മണിക്കൂർ സമയം എല്ലാ ദിവസവും ഇവരുടെ അടുത്ത് വന്ന് ഇവരോട് സംസാരിച്ചു. ചെണ്ടുമല്ലിക്ക് പുറമെ കപ്പലണ്ടി, ചോളം, മഞ്ഞൾ, കൂർക്ക തുടങ്ങിയ വിവിധ ഇനം വിളകളും ഷീജ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിയോടുള്ള നിരന്തരമായ താല്പര്യവും അധ്വാനവും കൊണ്ട് സ്വന്തം കൃഷിയിടത്തെ ഒരു വൈവിധ്യമാർന്ന കൃഷിയിടമാക്കി മാറ്റിയിരിക്കുകയാണ് ഷീജ. ഓണത്തിന് പൂക്കൾ തേടിയെത്തുന്നവർക്കും കൃഷിയോട് താല്പര്യമുള്ളവർക്കും ഒരുപോലെ കൗതുകമാകുകയാണ് നാട്ടികയിലെ ഈ പൂപ്പാടം. ഓണത്തിന്റെ വരവറിയിച്ച് മഞ്ഞയും ചുവപ്പും നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലികൾ ഷീജയുടെ കൃഷിയോടുള്ള ആത്മാർത്ഥതയുടെയും അധ്വാനത്തിന്റെയും മനോഹരമായ കാഴ്ചയായി മാറിയിരിക്കുകയാണ്.